രമേശ് ചെന്നിത്തല വെറും പൊട്ടക്കേണ്ടി കിടക്കുന്ന ഒരു തവള മാത്രമാണെന്ന് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. യാദവ് കുലത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ പ്രദേശ നേതാവിന്? ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ 45% യാദവ് സമുദായമാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന എന്ന് പറഞ്ഞാൽ യാദവ് സമുദായമാണ്. കേരളത്തിലെ കാസർഗോഡും കണ്ണൂരും ഇങ്ങനെയുള്ള മറ്റു പ്രദേശങ്ങൾ നോക്കിയാൽ എന്ത് തീരുമാനിക്കണം, എന്ത് നടക്കണമെന്ന് തീരുമാനിക്കണം യാദവ് സമൂഹമാണ്. അതുപോലെ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം എന്ത് വിട്ടുദ്ധനമാണ് വിളിച്ചു പറയണമെന്ന് പോലും അദ്ദേഹത്തെ അറിയാതെയാണ് ഇന്ന് ഓരോ കാര്യങ്ങളിൽ നിന്ന് നീക്കിക്കൊണ്ടു പോകുന്നത്. ഇന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഈ പ്രതിഷേധ അദ്ദേഹത്തിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഇത് കേരളത്തിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് രമേശ് ചെന്നിത്തല ഇത്രയും വലിയൊരു മോശമായ ഒരു പരാമർശം യാദവരെ കുറിച്ച് പറയണത്. നാം ഇനിയെങ്കിലും സംഘടിച്ച് ശക്തമായി നിന്നില്ലെങ്കിൽ യാദവ് സമുദായത്തെ ഇനി ഇവർ നാണം കെടുത്തുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം. 1962 ചൈന ഇന്ത്യ യുദ്ധം ഉണ്ടായ സമയത്ത് ഏറ്റവും സ്വന്തമായ റെജിമെന്റ് ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് യാദവ് സമുദായം. അതുപോലെ തന്നെയാണ് മറ്റൊരു ചരിത്രം എടുത്ത് നോക്കാമെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ കൂടെ ഉള്ളവർ പോയി ചരിത്രം പഠിപ്പിച്ചു കൊടുക്കട്ടെ. ഒന്ന് നോക്കണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഫ്രീഡം ഫൈറ്റർ അഴകമുത്തു യാദവ് ഒരു വ്യക്തിയാണ്. അതുപോലെ ഇദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം എന്തോ പൊട്ടക്കണ്ടി കാണുന്ന തവള മാതിരി വെപ്രാളം കൊണ്ട് വിളിച്ചു പറയുകയാണ്. മറ്റൊന്ന് പറയാമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇരിക്കുന്ന പ്രതിപക്ഷ കസാരയിൽ ഇരിക്കുന്നത് തന്നെ കരുണാകരനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ വേവിച്ചു കൊടുത്ത ആഹാരം കൊണ്ടാണ്. ആ കല്യാണിക്കുട്ടിയമ്മ ആരാണെന്ന് ഇദ്ദേഹത്തിന് അറിയാം. ഒരു യാദവ സ്ത്രീയാണ്. ആ യാദവ സ്ത്രീയുടെ ആഹാരം മാറ്റി കഴിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കസാരയിൽ ഇരിക്കുന്നത്. അല്ലാതെ താക്കോൽ ദാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന കസാര. അതുപോലെ അയാൾക്ക് അറിയില്ല. ബഹുമാനായ എൻ്റെ സമുദായങ്ങളെ, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ വന്ന ഈ സാധ്യത ശക്തമായ പ്രതിഷേധം ഇനിയും അറിയിക്കും. ഇത് എവിടെ കൊണ്ട് തീരുന്നില്ല. കണ്ണൂർ, കാസർഗോഡ്, ഉദുമ ഈ മേഖലകളിൽ ശക്തമായ പ്രകടനം ഉണ്ടാകുന്നതാണ്. അത് ഇവിടെ സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. ഞാൻ ആദ്യമായി സ്വാഗതം പറയേണ്ട അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ദിനകറാണ്. അദ്ദേഹം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തതായി സ്വാഗതം പറയേണ്ട ഈ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയത് അഖില കേരള യാദവ സഭയുടെ സംസ്ഥാന സെക്രട്ടറിയും ഓൾ ഇന്ത്യ യാദവ സഭയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ബാലകൃഷ്ണ മാഷാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുപോലെ നെടുവങ്കാട് വന്നിരുന്ന ആറ്റിങ്ങൽ നിന്ന് വന്ന സെൽവരാജ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റായ സുകുമാരൻ, തക്കാട് സുകുമാരൻ, ജഗതി കൃഷ്ണമൂർത്തി, പൂവത്തൂരിൽ നിന്ന് വന്ന പ്രദീപ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ബാലകൃഷ്ണ മാഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു.